വടക്കാഞ്ചേരി മച്ചാട് വനം റേഞ്ചുകളിൽ നായാട്ട് സംഘങ്ങളുടെ വിളയാട്ടമെന്ന് റിപ്പോർട്ട്. ജൂൺ ആദ്യവാരമാണ് മുണ്ടത്തിക്കോട് പ്രദേശത്ത് ജനവാസ മേഖലയിലും കഴിഞ്ഞ ദിവസം വാഴക്കോട് പ്രദേശത്ത് ജനവാസ മേഖലയോട് ചേർന്നും ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തു പൊട്ടി തല തകർന്ന് കാട്ടുപന്നികൾ ചത്തത്. ജനവാസ മേഖലയോട് ചേർന്ന് അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ 2 കേസുകൾ റിപ്പോർട്ട് ചെയ്തെങ്കിൽ മഴ കനക്കുന്ന സമയങ്ങളിൽ ഉൾക്കാട്ടിലും വലിയ പാടശേഖരങ്ങളിലും എന്തുമാത്രം വേട്ടകൾ നടക്കുന്നുണ്ടാകാമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. കാട്ടുപന്നി ഉൾപ്പെടെ ഒട്ടനവധി ക്ഷുദ്രജീവികൾ കർഷകർക്ക് ഏറെ നാശം വിതയ്ക്കുന്നുണ്ടെങ്കിലും അവയെ നശിപ്പിക്കാൻ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരമുണ്ട്. എന്നാൽ പല തദ്ദേശ സ്ഥാപനങ്ങളും കർഷകർക്ക് എത്ര ദുരിതമുണ്ടെന്ന് പറഞ്ഞാലും കാട്ടുപന്നികളെ നശിപ്പിക്കാൻ ഇടപെടൽ നടത്തുന്നില്ല. അതിനാൽ തന്നെ കാട്ടുപന്നികൾ അനിയന്ത്രിതമായി പെറ്റുപെരുകി കർഷകർക്കും ഗ്രാമവാസികൾക്കും ഒരുപോലെ ദുരിതം വിതയ്ക്കുകയാണ്. ഈ സാഹചര്യമാണ് അനധികൃത മാംസ കച്ചവടക്കാരെ ക്രൂരമായ രീതിയിലുള്ള മൃഗവേട്ടയ്ക്ക് പ്രേരിപ്പിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ വർഷമാണ് വാഴക്കോട് പന്നിയെ വേട്ടയാടാനായി വെച്ചിരുന്ന വൈദ്യുതി കെണിയിൽ അകപ്പെട്ട് കാട്ടാന ചെരിഞ്ഞത്. സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുള്ള വേട്ട തുടർക്കഥയായതോടെ വനം വകുപ്പ് പോലീസിൽ പരാതി നൽകുകയും ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവർ വാഴക്കോട് സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു. റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും മലയോര മേഖലകളിൽ പലയിടത്തും വേട്ട നടക്കുന്നുണ്ടെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. കാട്ടുപന്നിയുടെ എണ്ണത്തിൽ സർക്കാർ ഇടപെട്ട് നിയന്ത്രണം കൊണ്ടുവരുന്നതോടൊപ്പം അനധികൃത വേട്ടക്കാരെ പിടികൂടണമെന്നും മനുഷ്യർക്ക് പോലും ജീവഹാനി വരുത്താനിടയുള്ള സ്ഫോടക വസ്തു നിർമ്മാതാക്കളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം.